സ്വന്തമായി നമുക്ക് എങ്ങനെ ലിഥിയം ബാറ്ററി ഇതുപോലെ അസംബിൾ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് സെല്ല് വാങ്ങിച്ചിട്ട് ഒരു ടെക്നീഷ്യൻ അസംബിൾ ചെയ്തിരിക്കുന്ന ലിഥിയം ബാറ്ററിയുടെ ബോക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് സ്റ്റൈലായിട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതൊരു 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു ബാറ്ററി പാക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സെല്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഫുൾ അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലിഥിയം ബാറ്ററി പാക്കിനകത്ത് 2 MBPT വെച്ച് ചാർജ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് സോളാർ പാനലുകൾ നമ്മുടെ കയ്യിലൊക്കെ പഴയതും പുതിയതും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പാനൽസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാതെ എങ്ങനെ നമ്മുടെ സിംഗിൾ ബാറ്ററിയിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാം, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കസ്റ്റമർ, അതായത് ഈ ഒരു ടെക്നീഷ്യൻ അവരുടെ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു 3 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ ഉണ്ട്. അതുപോലെ തന്നെ 5 കിലോ വാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ലിഥിയം ബാറ്ററി പാക്ക്, 2 MBPT ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ പഴയ നിരവധി സോളാർ പാനലുകളും പുതിയ സോളാർ പാനലും ഉണ്ട്. അപ്പൊ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് MBPT വെച്ചിട്ട് സിംഗിൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അദ്ദേഹം ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതൊരു പഴയ ടൈപ്പ് ഒരു ഇൻവെർട്ടർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു ഇൻവെർട്ടർ ആണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. അത് വാൾ മൗണ്ട് ആണ്. അപ്പൊ ഇതിനകത്ത് എടുക്കുന്ന ലോഡും കാര്യങ്ങളൊക്കെ, അത് വാട്ട്സ് ആണെങ്കിൽ വാട്ട്സ് കാണിക്കുന്നുണ്ട്, KWH ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ ലോഡിന്റെ അനുസരിച്ച് അവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഈ ലിഥിയം ബാറ്ററി, അപ്പോൾ ഈ ഒരു ലിഥിയം ബാറ്ററി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പകലുള്ള ഉപയോഗങ്ങളും രാത്രിയുള്ള ഉപയോഗങ്ങളും ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ, ഇതിന്റെ സ്പെഷ്യലായിട്ട് എടുത്തു പറയാന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നീഷ്യൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സോളാർ പാനലിൽ നിന്ന് എത്ര ഊർജ്ജമാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2 MBPT ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പോളിക്രിസ്റ്റലൈൻ കുറേ പാനൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു MBPTയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. പുതിയ ടൈപ്പ് പാനലുണ്ട്, അത് വേറൊരു MBPTയിലേക്ക്. അപ്പോൾ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം, അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം എത്ര കിലോ വാട്ട്സ് കിട്ടുന്നു, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാം മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് മീറ്ററുകളാണ് അദ്ദേഹം ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബാറ്ററിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വോൾട്ടേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടച്ച് സ്ക്രീനുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു MBPTയുടെ ഡീറ്റെയിൽസ്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസുകൾ, അപ്പൊ അങ്ങനെ പല വിധത്തിലായിട്ട് ഇവിടെ എന്താ പറയുന്ന മീറ്ററുകളൊക്കെ ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷൻ, SPD വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണുമ്പം ഇതൊക്കെ ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് അതിനകത്ത് ചെയ്യാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ തന്നെയാണ് ഇത് സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇൻവെർട്ടർ കണ്ടു. അദ്ദേഹത്തിന്റെ ലോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്പ്ലേ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ബാറ്ററിയുടെ വോൾട്ടേജ്, ഈ 2 MBPT നിന്നും ഈ ഒരു സിംഗിൾ ബാറ്ററി നമുക്ക് 5 യൂണിറ്റ് സ്റ്റോറേജ് ആണ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാത്രിയും പകലുമുള്ള ഉപയോഗങ്ങളൊക്കെ ഈ ഒരു ഒറ്റ പാക്കായിട്ട് തന്നെ, ഇതിപ്പം നമുക്ക് 24 കാറ്റഗറിയിൽ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കത് 200 AH കപ്പാസിറ്റി വരുന്നുണ്ട്. 100 AHന്റെ ഇതിനകത്ത് 16 സെല്ലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അദ്ദേഹം അസംബിൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേ അല്പം വലുതാണ്. അതുപോലെ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ, അതായത് സെല്ല് ബൈ സെല്ലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കോസ്റ്റ്ലി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ബോക്സ് നിർമ്മിച്ചിരിക്കുന്ന ഒരു നല്ല അടിപൊളി രീതിയിലാണ് കേട്ടോ. അതും നല്ല സെല്ലൊക്കെ കംപ്രസ് ചെയ്താണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളും, അതുപോലെ ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് അതിനകത്തുണ്ട്. അഡീഷണൽ ഇനിയും ടെർമിനലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം അടിപൊളിയാണ് കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണ നിലയിൽ നമ്മുടെ ഇതിനൊക്കെ സെല്ലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പലരും കഴിവതും ഈ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചിലവൊക്കെ നോക്കുമ്പം
വളരെ ചിലവ് കുറച്ച് ഏതെങ്കിലും രീതിയിലൊക്കെ അസംബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അല്പം കോസ്റ്റ്ലി ആയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയണം. കാരണം എനിക്ക് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ ഇതിന്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കംപ്രസ് ചെയ്ത് നട്ട് ബോൾട്ടൊക്കെ ഇട്ട് നല്ല, അതായത് എല്ലാ സെല്ലുകളും ഒരേ രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ത്രെഡർ ബാർ റോഡൊക്കെ ഇട്ടിട്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം അത് അസംബിൾ ചെയ്ത് വീടിനുള്ളിൽ വെച്ചിട്ടുണ്ട്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഒരു ബോഡിയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി, ഫ്രണ്ടിലെ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒരു കഠിനാധ്വാനം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. BMS ഒക്കെ സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സെല്ലുള്ളിലേക്ക് കാണത്തക്ക രീതിയിലേക്ക് ആ ഒരു ഷീറ്റൊക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലിഥിയം ബാറ്ററി ഒക്കെ ഇതുപോലെ നമുക്ക് അസംബിൾ ചെയ്തെടുക്കുന്നുണ്ട് വളരെയധികം കാണാൻ ഭംഗിയുണ്ടാവും. അതുപോലെ പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഉള്ളിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സെല്ല് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നതാണ്. അപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇവിടെ നമ്മൾ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്പ്ലേ അല്പം വലുപ്പമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് അല്പം കോസ്റ്റ്ലി ആണ്, എന്നാലും നല്ല കാണാൻ നല്ല ലുക്ക് ഉള്ളതായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ നമ്മുടെ ലിഥിയം ബാറ്ററിയിലൊക്കെ വരുന്ന പറഞ്ഞാൽ ചെറിയ ഡിസ്പ്ലേ ആണ്, ഒരു 2 ഇഞ്ച് വീതിയൊക്കെ ഉള്ള ചെറിയ ഡിസ്പ്ലേ. പക്ഷെ ഇത് അല്പം നല്ല വലുപ്പമുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ടച്ച്, നമുക്ക് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട്, കാണാനായി നല്ല ലുക്കാണ് കേട്ടോ. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെൽ ബൈ സെല്ലൊക്കെ എടുക്കാനായിട്ടും സാധിക്കും. അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്നതിന്റെ ഏകദേശം ഒരു വീഡിയോ, അതായത് ഒരു ഓവറോൾ ആയിട്ടുള്ള വരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ 2 MPPT വെച്ചിരിക്കുന്നു, ഒരു ബാറ്ററിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പലതരം പാനൽസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കയ്യിൽ ഉള്ള പാനൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാറാണ്. പക്ഷേ ഇത് പുതിയതും പഴയതുമായിട്ടുള്ള പാനൽസുകൾ 2 MPPT വെച്ചിട്ട് ഒറ്റ ബാറ്ററിയിൽ മാക്സിമം ചാർജ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇതുപോലെ തന്നെ പഴയ പാനൽസ് ഒക്കെ കളയണ്ട കേട്ടോ. സെപ്പറേറ്റ് ഒരു MPPT വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ സിംഗിൾ ബാറ്ററിയിലൊക്കെ ഇതുപോലെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം നേരത്തെ ഇതുപോലെ തന്നെ എന്നോട് 1-2 സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരു ബാറ്ററി തന്നെ 2 MPPT വെച്ചിട്ട് ചാർജ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലർക്കും ഇപ്പോൾ മനസ്സിലാവും, നമുക്ക് ഒരു ലിഥിയം ബാറ്ററി ആണെങ്കിൽ നമുക്ക് 2 MPPT വെച്ചിട്ട് ഒറ്റ ബാറ്ററി തന്നെ ചാർജ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം നമുക്ക്. നമ്മുടെ പാനൽസ് പോളിക്രിസ്റ്റൽ പാനൽ ഉണ്ടെങ്കിൽ അത് കളയേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം കൂടെ നമ്മളൊരു ലൈനിലാക്കിയിട്ട് ഒരു MPPT കണക്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇത് റിയൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അതൊരു ടെക്നീഷ്യന്റെ ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ AC-യുടെ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, SPD കൊടുത്തിട്ടുണ്ട്, DC SPD. അതുപോലെ തന്നെ നമ്മുടെ പാനൽസിന്റെ ഐസൊലേറ്റർ 2 കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രിങ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, ഇൻവെർട്ടർ ഉണ്ടോ, പഴയ ടൈപ്പ് ഇൻവെർട്ടർ ആണ് കേട്ടോ. ഈ ടൈപ്പ് ഇപ്പം ഈ ഒരു ബ്രാൻഡിന്റെ എനിക്കറിയില്ല, കിട്ടുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്നാലും അതിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ ലോഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കാരണം ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് 1000 വാട്ട്സിന് മുകളിൽ പോകുമ്പോൾ അവിടെ KW വെച്ച് വരുന്ന കാണാം. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ 1000-ന് മേലോട്ട് വരുമ്പോൾ 1.20 KW വെച്ച് നമുക്ക് ഇവിടെ വന്നു. അതിന് താഴെ വരുമ്പോൾ അതിന്റെ അപ്പൊ ലോഡൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് വോൾട്ടേജും അതുപോലെ തന്നെ ഇതിന്റെ വാട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ റൂഫിലേക്ക് പോയിട്ടേ, അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന പാനൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ വെളിയിൽ പോയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാനൽ നിങ്ങൾ കണ്ടോണം. ഏതൊക്കെ ടൈപ്പ് പാനൽ എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോണം. ഈ ഒരു 4 പാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ആ ഒരു പാനലാണ്, വില കുറഞ്ഞ പാനലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 പാനലാണ് ഇത് വരിക. അതൊരു സ്ട്രിങ് ആയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാനൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പഴയ സ്റ്റോക്കുകളാണ് കേട്ടോ. പണ്ട് പോലെ ഉപയോഗിച്ച് വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള പല വാട്ട്സ് കപ്പാസിറ്റി ഉള്ള പാനൽസ് ആണ്. അപ്പൊ ഇതൊക്കെ വോൾട്ടേജ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് അതിനെല്ലാം സീരിയൽ ചെയ്തും പാരൽ ചെയ്തും ഒക്കെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം പോളിക്രിസ്റ്റൽ പാനലാണ് ആയിരിക്കുന്ന മൊത്തം സെക്ഷൻ, അത് മൊത്തവും കൂടെ ഒരു MPPT കൊടുത്തിട്ട് അതിൽ നിന്ന് മാക്സിമം ഊർജ്ജം ആ ഒരു ലിഥിയം ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുതിയ സെക്ഷൻ ബാറ്ററി ആ ഒരു പാനലിനും ആ ബാറ്ററി തന്നെയാണ് ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ ഈ എല്ലാ പാനൽസും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ, അതായത് പഴയതും പുതിയതും ഒക്കെ ആയിട്ട് 100 വാട്ട്സ് ഉണ്ട്, അതിന് മുകളിൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വേസ്റ്റ് ആകാതെയും കളയാതെയും ആർക്കും കൊടുക്കാതെ തന്നെ ഇതെല്ലാം മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എത്ര പാനൽസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതെല്ലാം പോളിക്രിസ്റ്റൽ പാനലാണ് കേട്ടോ, പഴയ ടൈപ്പ്. അപ്പോൾ അതിൽ നിന്നുള്ള മാക്സിമം ഊർജ്ജം എടുക്കുന്നുണ്ട്, പുതിയ പാനൽസിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ 5 യൂണിറ്റിന്റെ സ്റ്റോറേജ് സിസ്റ്റം ഡെയിലി നമുക്കുള്ള ഉപയോഗവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഴയ പാനലൊക്കെ ഉള്ളവർ കളയാൻ നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ലിഥിയം ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2 MPPT വെച്ചിട്ട് നമുക്ക് പഴയ പാനൽസും പുതിയ പാനൽസും ആയിട്ട് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ബാറ്ററിയിൽ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിച്ചായിട്ട് അറിയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ടെക്നീഷ്യൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും വിശ്വസിക്കാനുമായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ പഴയ പാനലൊന്നും ആരും കളയണ്ട കേട്ടോ. പുതിയതും പഴയതുമായിട്ടൊക്കെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.